Hi dears, let's have a quick revision on all the lessons. There is no secret to success. It's preparation and hard work. Let's begin the class by revising the poems. നമുക്ക് നമ്മുടെ +1 ഇംഗ്ലീഷിലെ പോയിംസ് ഏതൊക്കെയാണെന്ന് അറിയാം അല്ലേ. നമുക്ക് ഓരോ പോയിംസ് ആയിട്ട് ആദ്യം നമുക്ക് വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് പോയം ഇഫ്, ദെൻ ഡെത്ത് ദ ലെവലർ, സൺറൈസ് ഓൺ ദ ഹിൽസ്, ദ റക്ക് ഓഫ് ദ ടൈറ്റാനിക്, ടു സ്ലീപ്പ്. അപ്പോൾ ഇത്രയും പോയിംസ് നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ടെക്സ്റ്റ് കയ്യിൽ വെച്ചേക്കുക, അതോടൊപ്പം നിങ്ങളുടെ ഒരു ബുക്കും കയ്യിൽ വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നോക്കി വളരെ ഫാസ്റ്റായി ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് പറഞ്ഞു പോകാനാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തീർക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ടേക്ക് ദ പോയം ഇഫ്. ആ ഇഫ് പോയം ഒന്ന് നോക്കി, പേജ് നമ്പർ 30. You know, if is a simple poem written by Rudyard Kipling. In this poem, the poet says about the qualities of a perfect man. It's an advice. A father advises his son how to become a perfect man. അല്ലേ, ഇത്രയാണ് അതിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് അറിയേണ്ടത്. അപ്പോൾ അതിലെ മെയിൻ പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത് അതിലെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ സെക്കൻഡ് സ്റ്റാൻസയാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസ, ദാറ്റ് ഈസ് ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. അപ്പോൾ അവിടെ വരുന്നൊരു which are the imposters? Can you tell me the answers? That is the triumph and disaster. Page number 30. നോക്കിക്കോളൂ. Which are the two imposters, triumph and disaster? Which is the figure of speech used there? That is personification. Then last stanza, that is also important. Unforgiving minute. That is the figure of speech is metaphor. Then 60 seconds worth of distance run. That refers to time that waits for no man. Then അപ്പോൾ ഈ പോയമിൽ ഇങ്ങനെ കുറച്ച് ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പോയം ബേസ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അപ്രീസിയേഷനാണ്. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന് ഒരു അൺനോൺ പോയമാണ് തരുന്നത്. അൺനോൺ പോയം മീൻസ് നിങ്ങൾ വായിച്ചിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരു പോയമാണ് തരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ വായിച്ചിട്ട് അപ്രീസിയേഷൻ എഴുതണം. അപ്പോൾ അപ്രീസിയേഷൻ എഴുതേണ്ടത് എങ്ങനെയാണെന്നുള്ള മോഡൽ പല പോയമിൻ്റെയും അപ്രീസിയേഷൻ എഴുതിയപ്പോൾ നമ്മുടെ നോട്ട്സ് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഒരുവിധം മനസ്സിലായി കാണും. അപ്പോൾ ഇഫ് പോയമിൻ്റെ അപ്രീസിയേഷൻ നിങ്ങൾ അപ്രീസിയേഷൻ പഠിച്ചു വയ്ക്കുക. കാരണം ഇപ്പോൾ 1-2 വർഷമായിട്ട് ഈ പോയം ഇഫിൻ്റെ ഡയറക്റ്റ് അപ്രീസിയേഷൻ തന്നെ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ലൈൻ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ, പ്രിപ്പയർ ദ അപ്രീസിയേഷൻ ഓഫ് ദ പോയം ഇഫ്. അല്ലെങ്കിൽ അതിനൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, വിച്ച് ആർ ദ ക്വാളിറ്റീസ് or which are the qualities or the traits of a perfect man according to poem. ഈ poem ബേസ് ചെയ്ത് നിങ്ങൾക്ക് the qualities of a perfect man അത് നിങ്ങൾക്ക് എഴുതാം. എസ്സേക്കാകുമ്പോൾ കുറേ കാര്യങ്ങൾ എഴുതണം. അപ്പോൾ അതിൽ നിങ്ങളുടെ കുറേ ഒരു പെർഫെക്റ്റ് മാനിൻ്റെ ക്വാളിറ്റീസ് എഴുതിയതിനു ശേഷം ഇഫ് എന്ന പോയമിൽ റുഡ്യാർഡ് കിപ്ലിംഗ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇതിൽ നമുക്ക് കുറേ ആൻസേഴ്സ്, കുറേ പോയിൻറ്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ലൈൻ ബൈ ലൈൻ ഓരോ പോയമിൻ്റെയും ലൈൻ ബൈ ലൈൻ നിങ്ങൾ മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് ആൻസർ ചെയ്യാൻ സാധിക്കൂ. ദാറ്റ് മീൻസ് ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു എസ്സേ അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഡയറക്റ്റ് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയമിൻ്റെ 4 ലൈൻസ് തന്നതിന് ശേഷം അതിൽ നിന്നും സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ലൈൻസ്, ഇപ്പോൾ ആദ്യത്തെ ഒരു 4 ലൈൻസ് തന്നതിന് ശേഷം ചോദിക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇഫിലെ അപ്രീസിയേഷൻ്റെ ആ ഒരു ആൻസേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു വയ്ക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് 4 ലൈൻസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ ആ എലോബറേറ്റ് ദ ഐഡിയ 2 മാർക്സിന് ചോദിക്കാം. എലോബറേറ്റ് ദ ഐഡിയ. അപ്പോൾ 2-3 ലൈൻസ് തന്നിട്ട് എലോബറേറ്റ് ദ ഐഡിയ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ദീസ് ബ്യൂട്ടിഫുൾ ലൈൻസ് ആർ ടേക്കൺ ഫ്രം ദ പോയം ഇഫ് written by Rudyard Kipling. In these lines, the poet says about the importance of time in the last lines. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ആ ലൈനിൽ നിന്നും നിങ്ങൾക്ക് എഴുതാൻ
തോന്നുന്ന ഐഡിയാസ് എഴുതാം. ഇപ്പോൾ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 or 3 സെൻറ്റൻസസ് ദാറ്റ്സ് ഇനഫ്. ആ ലൈൻസിൽ നിന്നും പോയറ്റിക് ഡിവൈസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് എഴുതുക. പോയറ്റിക് ഡിവൈസസ് മീൻസ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് എഴുതാം ഒരു സെൻറ്റൻസ്. ദെൻ പോയറ്റിക് ഡിവൈസസ് അലിറ്ററേഷൻ, അസോണൻസ്. ദെൻ ഇതിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അനഫോറ. അനഫോറ മീൻസ് റെപ്പറ്റീഷൻ ഓഫ് ദ ഫസ്റ്റ് വേർഡ്സ് ഇൻ ദ ലൈൻസ്. ഈ പോയമിൻ്റെ മിക്ക ഇഫ് എന്നാണ് അല്ലേ. അപ്പോൾ അത് ഓരോ ലൈനിൻ്റെയും ആദ്യത്തെ ആ ഒരു വേർഡ് ഇഫ് എന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ദ ഫിഗർ ഓഫ് സ്പീച്ച് ഓർ ദ പോയറ്റിക് ഡിവൈസ് ഈസ് അനഫോറ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൽ പേഴ്സോണിഫിക്കേഷനായിട്ട് വരുന്നത് ഡ്രീം ഈസ് പേഴ്സോണിഫൈഡ് ഹിയർ, ട്രയംഫ്, ഡിസാസ്റ്റർ. ദെൻ വിൽ ഈസ് പേഴ്സോണിഫൈഡ് ഹിയർ. വിൽ അതിൽ പറയുന്നുണ്ടല്ലോ except the will which says to them hold on. That is the last line of the third stanza. Last line of the third stanza. Then some symbols are used here. Symbols means ഒരു കാര്യം മറ്റൊരെണ്ണത്തിനെ റിപ്രസെൻ്റ് ചെയ്യുന്നതാണ് symbols. That is crowds are symbolized here as common people. Kings are symbolized as important people. Then common touch that symbolizes humility. Knaves that symbolizes dishonest person. ഓക്കെ, അപ്പോൾ ആ ഒരു കുറേ കാര്യങ്ങളിലൂടെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ സിമ്പിൾസ് ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, മെറ്റഫർ ഉണ്ട്. 60 seconds worth അതൊരു മെറ്റഫറാണ് കേട്ടോ, മെറ്റഫർ. അപ്പോൾ കുറച്ചൊരു ഫിഗേഴ്സോ സ്പീച്ചോ ഒന്ന് മനസ്സിലായല്ലോ. ദെൻ ഇത്രയേ ഉള്ളൂ. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് പോയം, ദാറ്റ് ഈസ് ഡെത്ത് ദ ലെവലർ. നെക്സ്റ്റ് യൂണിറ്റിലെ പോയമാണ് ഡെത്ത് ദ ലെവലർ. അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് ഇങ്ങനെ എല്ലാ പോയംസും ഒന്ന് വളരെ ഫാസ്റ്റായിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയാം. പിന്നെ ലെസൺസിലെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ്, പിന്നെ ഗ്രാമർ കേട്ടോ. അപ്പം ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കാം. അപ്പോൾ ഒരു ലാസ്റ്റ് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ അപ്രീസിയേഷൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും +1 ആയാലും +2 ആയാലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയാണ്, അപ്രീസിയേഷൻ. +1 ഒരു അൺനോൺ പോയം എഴുതുക, +2 നിങ്ങൾ പഠിച്ചൊരു പോയമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ ഏത് ഒരു പോയമിൻ്റെയും അപ്രീസിയേഷൻ എഴുതാൻ ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാവുന്ന കോമൺ പോയിൻറ്റ്സ് അത് ഞാൻ അങ്ങനെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോമൺ പോയിൻറ്റ്സ് യൂസ് ടു റൈറ്റ് ആൻ അപ്രീസിയേഷൻ. അതിലെ ആ വീഡിയോയിലെ പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. അഥവാ പഠിച്ചിട്ടില്ല എങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്ത് പഠിക്കുക. ഇപ്പോൾ നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് മുന്നേ നമുക്ക് 2-3 ദിവസമുണ്ട്. ഈ ദിവസത്തിനകം നിങ്ങളതൊന്ന് സെർച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അപ്രീസിയേഷൻ പഠിക്കുമ്പോൾ ആ ഒരു 8 മാർക്സിന് നിങ്ങൾക്ക് ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, ടീച്ചർ എങ്ങനെ ഒരു ജസ്റ്റ് 24 മാർക്സ് സ്കോർ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ എക്സാം ഡ്യൂട്ടിക്ക് നിന്ന ആ ഒരു റൂമിൽ തന്നെ നമ്മുടെ ഓപ്പൺ സ്കൂളിലെ കുട്ടികളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ടഫായിരുന്നു, സാരമില്ല, ഇറ്റ്സ് ഓക്കെ, ഇനി +2 ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ചോദിച്ചതാണ്, ടീച്ചർ ഇപ്പോൾ ഈ +1 ഒരു മിനിമം 24 സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് +2 അല്ലേ? അപ്പോൾ അങ്ങനെ മിനിമം മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വളരെ ഈസിയാണ്. അങ്ങനെ കുറേ കോമൺ പോയിൻറ്റ്സ് ഒക്കെ പഠിച്ചു വയ്ക്കുമ്പോൾ പിന്നെ തന്നേക്കുന്ന പോയം നോക്കി അല്ലേ, ആ പോയമിൻ്റെ ടൈറ്റിലും അതിൻ്റെ പോയിറ്റ് ആരാന്നൊക്കെ എഴുതി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ 8 മാർക്സിനൊരു 2 pages അല്ലെങ്കിൽ 2.5 pages എഴുതാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതാൻ പറ്റുന്ന കുട്ടികൾക്ക് വളരെ ഈസിയാണ്. ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടെ എഴുതാം. ഓക്കെ, അപ്പോൾ ആ ഒരു പോയം അപ്രീസിയേഷൻ്റെ കോമൺ പോയിൻറ്റ്സ് എഴുതി പഠിച്ചേക്കാം. ഓക്കെ, നൗ ടെക്സ്റ്റ് എടുത്തല്ലോ, നോക്കിയോ. പേജ് നമ്പർ 67, Death the Leveler. Death the Leveler is a poem written by James Shirley. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഒരു 4 lines തന്നിട്ട് ഐഡൻറ്റിഫൈ ദ പോയറ്റ് ഓർ ഐഡൻറ്റിഫൈ ദ പോം. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഈ ലൈൻസ് ഏതാ. ഇപ്പോൾ ഒരു 4 lines തന്നിട്ട് അതിലെ പോയറ്റ് ആരാ, പോയം ആരാന്ന് ചോദിക്കും, അതേത് പോയമാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കാം. ഡെത്ത് ദ ലെവലർ, ദാറ്റ് ഈസ് റിട്ടൺ ബൈ ജെയിംസ് ഷേർലി. ഈ ഡെത്ത് ദ ലെവലർ അതിലെ ഓരോ ലൈൻസും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഓടിച്ച് പറയട്ടെ. ദ ഗ്ലോറീസ് ഓഫ് ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്, നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്.
അല്ലേ? ഈ പോയമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എബൌട്ട് ദ ഓതറിലെ സെക്കൻഡ് പാരഗ്രാഫാണ് കേട്ടോ. എബൌട്ട് ദ ഓതറിലെ സെക്കൻഡ് പാരഗ്രാഫ്. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ്, പേജ് നമ്പർ 67. Death the Leveler is a funeral song. The central idea of the poem is the vanity and impermanence of earthly glory and power. What is the central idea of the poem Death the Leveler? പഠിച്ചു വെച്ചേക്കുക. The central idea of the poem is vanity and impermanence of earthly glory and power. Vanity, അല്ലേ, ഒന്നും ഇല്ല എന്നുള്ളൊരിതാണ്. Then impermanence of earthly glory and power. നമ്മുടെ ഈ ഭൂമിയിലെ എന്താ എർത്ത് ഗ്ലോറിയും പവറും ഒന്നും പെർമനൻ്റ് അല്ല, ദാറ്റ് ഈസ് ഇംപെർമനൻറ്റ് എന്നുള്ളതാണ് ഈ ഡെത്ത് ദ ലെവലറിൻ്റെ സെൻട്രൽ തീം. ദെൻ ഡെത്ത് നോസ് നോ ഡിസ്റ്റിങ്ഷൻ. ഇതിൽ ചിലപ്പോൾ ഒരു 2 മാർക്സിന് ചോദിക്കാനുണ്ട്. ഡെത്ത് ഈസ് എ ലെവലർ. വൈ ഡെത്ത് ഈസ് കാൾഡ് ദ ലെവലർ? എന്തുകൊണ്ടാണ് ഡെത്തിനെ ഒരു ലെവലാക്കുന്ന, എല്ലാം ലെവലാക്കുന്ന ഒരു ലെവലർ എന്ന് പറയുന്നതിന് കാരണം? അതിന് ആൻസർ ഇതാണ്. ബിക്കോസ് ഡെത്ത് നോസ് നോ ഡിസ്റ്റിങ്ഷൻ. അല്ലേ, ഡെത്ത് ഒരു വ്യത്യാസവും ഒന്നും ആർക്കും ഒന്നിനെക്കുറിച്ചും ഒരു വ്യത്യാസവും ഡെത്തിനില്ല. ഡെത്ത് നോസ് നോ ഡിസ്റ്റിങ്ഷൻ ആൻഡ് കാരീസ് ഓഫ് ഓൾ അലൈക്ക്. എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്നു. ഹൈ ആൻഡ് ലോ, റിച്ച് ആൻഡ് പുവർ, സ്ട്രോങ് ആൻഡ് വീക്ക്, റെഡ്യൂസിങ് ദം ഓൾ ടു ഡസ്റ്റ്. കണ്ടോ? അപ്പോൾ ഡെത്ത് നോസ് നോ ഡിസ്റ്റിങ്ഷൻ. ഡെത്തിന് ഒരു വ്യത്യാസവുമില്ല. ആൻഡ് കാരീസ് ഓഫ് ഓൾ അലൈക്ക്, ഹൈ ആൻഡ് ലോ, rich and poor, strong and weak, reducing them all to dust. Then it is only the memory of the good deeds done during our lifetime will remain forever. Then what will remain forever? എല്ലാം നശിച്ചു പോവും. പിന്നെ എന്താണ് എന്ന് നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ the good deeds means actions. The good actions done during our lifetime will remain forever. ഓക്കെ, അപ്പോൾ ഈ പോയമിൻ്റെ ഡെത്ത് ദ ലെവലർ അതിൻ്റെ അപ്രീസിയേഷൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോയമിൻ്റെ അപ്രീസിയേഷനും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ആൻസർ പറയുന്നതൊന്ന് ജസ്റ്റ് കേൾക്കുമ്പോൾ അതിലെ സിമ്പിൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നിങ്ങൾക്ക് ഒരു 4 ലൈൻ തന്നിട്ട് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും യു ക്യാൻ ആൻസർ. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട്. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്, not substantial things. The glories of our blood and state, നമ്മുടെ ആ ഒരു ബ്ലഡും സ്റ്റേറ്റ്, ദാറ്റ് മീൻസ് നമ്മുടെ പവറാണ് കാണിക്കുന്നത്. ദാറ്റ് ആർ ഷാഡോസ്, അത് ഷാഡോസ് ആണ്. നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്, അതൊന്നും സബ്സ്റ്റാൻഷ്യൽ പെർമനൻറ്റ് കോൺക്രീറ്റ് ആയ കാര്യങ്ങളൊന്നുമല്ല. ദർ ഇസ് നോ ആർമർ എഗെയിൻസ്റ്റ് ഫേറ്റ്, വിധിക്കെതിരായി ഒരു ആർമർ പടച്ചട്ടയുമില്ല. ഡെത്ത് ലേസ് ഇസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്, ഡെത്ത് തൻ്റെ ഐസി ഹാൻഡ്സ്, തണുത്തുറഞ്ഞ ആ കൈകൾ, ദ ലേസ് ഓൺ കിങ്സ്, രാജാക്കന്മാരുടെ പുറത്ത് വയ്ക്കുന്നു. അപ്പോൾ അവിടെ ഡെത്ത് ലേസ് ഈസ് ഐസി ഹാൻഡ്സ്, ഡെത്തിൻ്റെ കൈകൾ. ഡെത്ത് ഈസ് നോട്ട് എ പേഴ്സൺ ബട്ട് ഡെത്ത് ഈസ് പേഴ്സോണിഫൈഡ് ഹിയർ. സോ ദയർ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് പേഴ്സോണിഫിക്കേഷൻ. Scepter and crown must tumble down. Scepter and crown, that means ചെങ്കോലും കിരീടവും, that must tumble down. രാജാവിൻ്റെ ചെങ്കോലും കിരീടം പോലും ഡെത്തിന് മുന്നിൽ താഴെ വീഴും. സോ അവിടെ സെപ്റ്റർ ആൻഡ് ക്രൗൺ മറ്റൊന്നിനെ റിപ്രസെൻ്റ് ചെയ്യുകയാണ്, അല്ലേ? അപ്പോൾ ഒരു കാര്യം മറ്റൊന്നിനെ റിപ്രസെൻ്റ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ചാണ് മെറ്റോണമി. METONOMY, മെറ്റോണമി. അപ്പോൾ സെപ്റ്റർ ആൻഡ് ക്രൗൺ, ദാറ്റ് ഈസ് മെറ്റോണമി, ദാറ്റ് സിംബലൈസസ് king. That must tumble down and in the dust be equal made. അതും താഴെ വീഴും, അതും എല്ലാത്തിനൊപ്പം ഈക്വൽ ആകും. With poor crooked scythe and spade. Scythe and spade means spade, മൺവെട്ടി. സൈത്ത് മീൻസ് അരിവാൾ. ദാറ്റ് റിപ്രസെൻറ്റ്സ് ദ പുവർ പീപ്പിൾ, സാധാരണക്കാരായ ഫാമേഴ്സിനെ റിപ്രസെൻ്റ് ചെയ്യുന്നതാണ് സൈത്ത് ആൻഡ് സ്പേഡ്. ഓക്കെ, അപ്പോൾ രാജാവും പാവപ്പെട്ടവരും എല്ലാം ഡെത്തിന് മുന്നിൽ ഒരുപോലെയാകും. Okay, here also scythe and spade, that is metonymy, that represents the poor people or farmers.
Next stanza. Some men with swords may reap the field. Some men with swords may reap the field. ചില ആൾക്കാർ അരിവാൾ കൊണ്ട് reap the field, സ്ഥലം കൊയ്തെടുക്കാം. And plant fresh laurels where they kill. അവിടെ നിന്നും ആ ആൾക്കാർ മരിക്കുന്ന സ്ഥലത്ത് നിന്നും they plant fresh laurels where they kill. Laurels means മനോഹരമായ ആ ഒരു എന്താ ചെടികൾ എന്ന് പറഞ്ഞാൽ ഒരു ഇലകൾ പോലുള്ള അല്ലേ, അതവിടെ നിന്ന് അവർ എടുക്കാം. But their strong nerves at last must yield. Their strong nerves at last must yield. അതും അവരും പിന്നെ മരണത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും. They tame but one another still. Early or late they stoop to fate. Early or late, ചിലപ്പോൾ നേരത്തെ ചിലപ്പോൾ ഇച്ചിരി ലേറ്റായിട്ട് അവരും മരണത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും. And must give up their murmuring breath when their pale captives creep to death. അവരും മരണത്തിൻ്റെ ആ ഒരു ക്യാപ്റ്റീവ്സ് അല്ലേ, മരണത്തിന് മുന്നിൽ അവരും വലിച്ചിഴക്കപ്പെടും. ലാസ്റ്റ് ആൻസർ. The garlands wither on your brow. നമ്മുടെ കൺമുന്നിൽ നിന്ന് തന്നെ അവരുടെ ആ ഒരു ഗാർലൻസ് പൂമാലകളൊക്കെ കൊഴിഞ്ഞു പോകും. Then boast no more your mighty deeds. Then you can't boast about your mighty deeds. നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മൈറ്റി ഡീഡ്സ് അല്ലേ, ആ ഒരു എന്താ ഭയങ്കരമായിട്ടുള്ള ആ പ്രവൃത്തികളെയൊന്നും നമുക്ക് ബോസ്റ്റ് പുകഴ്ത്താനായിട്ടൊന്നും പറ്റില്ല. Upon death's purple altar now see where the victim bleeds. ആ ഡെത്ത് പേർപ്പിൾ ആൾട്ടർ. അപ്പോൾ ഇവിടെ സാധാരണ ഇവിടെ ഇങ്ങനെ ഒരു ഈ ലൈൻസ് തന്നിട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ഡെത്ത് പേർപ്പിൾ ആൾട്ടർ റെഫർ ഹിയർ? എന്താണ് ഇവിടെ ഡെത്ത് പേർപ്പിൾ ആൾട്ടർ എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്നത് എന്താണ് വാട്ട് ഈസ് ഡെത്ത് പേർപ്പിൾ ആൾട്ടർ ഹിയർ? ഡെത്തിൻ്റെ പേർപ്പിൾ ആൾട്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ബാറ്റിൽ ഗ്രൗണ്ട് where blood flows and the ground becomes purple with the color of the blood. ബാറ്റിൽ ഫീൽഡിൽ യുദ്ധക്കളത്തിൽ ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ അവരുടെ ബ്ലഡിൻ്റെ ആ ബ്ലഡ് അവിടെ കിടന്ന് അതെന്താ വെയിലടിച്ച് അതിൻ്റെ കളറ് പേർപ്പിൾ കളറാവും അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. സോ വാട്ട് റെഫേഴ്സ് ടു ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടർ ഹിയർ? ഡെത്ത്സ് പേർപ്പിൾ ആൾട്ടർ റെഫർ ടു ബാറ്റിൽ ഗ്രൗണ്ട് where blood flows and the ground becomes purple with the color of the blood. Okay, see where the victim bleeds. അവിടെ വിക്ടർ വിജയിക്കുന്ന ആളും വിക്ടിം വിധേയരാകുന്ന ആൾക്കാരും ബ്ലീഡ്സ് ഒരുപോലെ അവരുടെ രക്തം ചൊരിയപ്പെടുന്നു. വിക്ടിം. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റായ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. സോ ദയർ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് ഓക്സിമറോൺ. OXYMORON ഓക്സിമറോൺ. ഓക്കെ, ടെക്സ്റ്റിലോ നോട്ട്ബുക്കിലോ ഒന്ന് കുറിച്ച് വെച്ചേക്കാം. Your heads must come to the cold tomb. Only the actions of the just smell sweet and blossom in their dust. So only the actions of the just smell sweet. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഗുഡ് ഡീഡ്സ് അത് മാത്രം ബ്ലോസം ഇൻ ദയർ ഡസ്റ്റ്. ബ്ലോസം മീൻസ് വിരിയുക അല്ലേ, ഫ്ലവർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡെത്ത് ദ ലെവലർ. നമ്മളൊന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റി, പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, സോ ദാറ്റ് പോയം ഈസ് ഓവർ. ഇനി നിങ്ങൾക്ക് ഡെത്ത് ദ ലെവലർ ആ പോയമിൻ്റെ അപ്രീസിയേഷൻ ഒന്ന് സെർച്ച് ചെയ്തെടുക്കുക കേട്ടോ. യൂട്യൂബിൽ ഡെത്ത് ദ ലെവലർ സുനിതാസ് ഫേവറേറ്റ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്യുക, കിട്ടും. അതിലെ ആൻസർ ഒന്ന് ജസ്റ്റ് കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 4 മാർക്സ് ഒരിക്കലും നഷ്ടമാവില്ല. ഓക്കെ, നൗ next poem, that is The Sunrise on the Hills. Page number Sunrise on the Hills. Okay, page number 75, Sunrise on the Hills. That is written by H.W. Longfellow. So in this poem, the poet says about his feelings when he is standing on the hill. In the first stanza, he says what he can see while standing on the hill. Second stanza, what he could hear. Then the third stanza, he invites all of us to go to the nature and get relieved. So here in this poem, the poet says about the beauty of nature. H.W. Longfellow says about the beauty of nature.
that is Sunrise on the Hills, page number 75. Okay. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ഞാൻ പറയുവാണ്. സെക്കൻഡ് ലൈൻ, ദ സൺസ് റിട്ടേണിംഗ് മാർച്ച്. The sun's returning march. Here sun is personified. Sun is not a person, but here sun is personified. So in the second stanza, that is personification. Then, like horse in battle overthrown, that is in the middle of the first stanza. Like horse in battle overthrown. There the figure of speech is simile because like is there. Page number 75, Sunrise on the Hills. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ചോദിക്കാവുന്നത്, which are the things the poet see when he hills. അവിടെ നിന്നപ്പോൾ പോയിറ്റ് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്, അതുപോലെ എന്തൊക്കെയാണ് കേട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിലെ ഇത് ഒന്ന് ജസ്റ്റ് ഒരു സമ്മറി നമ്മൾ നോക്കി വെച്ചേക്കുവാണെങ്കിൽ എഴുതാം. എന്തായ കാര്യം, ലാസ്റ്റ് ലൈൻസ് that is, if thou wouldst read a lesson that will keep thy heart from fainting and thy soul from sleep, go to the woods and hills. No tears dim the sweet look that nature wears. Go to the woods and hills. If our heart is filled with worries, അല്ലേ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ, then we should go to the woods. Woods means forest. Go to the woods or go to the nature, and that will dim the sweet look. The sweet look of the nature may relieve our hearts. നമ്മുടെ മനസ്സുകൾക്ക് ആ നേച്ചറിന് ഒരു റിലീഫ് തരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിലെ സൺറൈസ് ഓൺ ദ ഹിൽസ് ആ ഒരു മീനിങ്സ്, ആ ഒരു സമ്മറി അപ്രീസിയേഷൻ ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് സാധാരണ വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമല്ല, എങ്കിലും ജസ്റ്റ് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയം, ദാറ്റ് ഈസ് റക്ക് ഓഫ് ദ ടൈറ്റാനിക്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൽ നിന്നും 4 ലൈൻസ് ചോദിക്കാറുണ്ട്. റക്ക് ഓഫ് ദ ടൈറ്റാനിക്, പേജ് നമ്പർ 125. പേജ് നമ്പർ 125. റക്ക് ഓഫ് ദ ടൈറ്റാനിക്. The poet is Benjamin Peck. The poem is about one of the greatest tragedies at sea that happened on 14th April 1912. The Titanic, which carried 2,100 passengers and crew, collided with an iceberg and sank into the depths of the Atlantic Ocean. This tragedy exposed some of the greatest acts of courage and heroism. Page number 125, The Wreck of the Titanic. അതിൻ്റെ ഏറ്റവും മുകളിലെ കാര്യങ്ങൾ അല്ലേ, ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സാണ് ഞാൻ ജസ്റ്റ് വായിച്ചത് കേട്ടോ. റീഡ് ആൻഡ് എൻജോയിലെ അത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ദ പോം റക്ക് ഓഫ് ദ ടൈറ്റാനിക്, ദാറ്റ് ഈസ് അബൌട്ട് the greatest tragedies that happened at sea. That was on 14th April 1912. The ship, the Titanic, that carried 2,100 passengers and crew, that collided with an iceberg and sank into the depths of the Atlantic Ocean. Okay, so this poem exposes or reveals the greatest acts of courage and heroism of the captain and the crew in the ship, the Titanic. ആ ഒരു ടൈറ്റാനിക് സിനിമ തന്നെ നമുക്ക് ഓർമ്മ വരും ഈ ടൈറ്റാനിക്കിനെ കാണുമ്പോൾ, അല്ലേ? ഈ ടൈറ്റാനിക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫിലിം ഓർമ്മ വരും. അപ്പോൾ ആ ടൈറ്റാനിക് ഫിലിം കണ്ടവർക്ക് നല്ല പെട്ടെന്ന് ഓർമ്മ വരും എന്താ അവിടെ സംഭവിച്ചതെന്ന്, അല്ലേ? അപ്പോൾ ഈ ടൈറ്റാനിക് എന്നുള്ളൊരു ഷിപ്പ് അന്ന് വരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും ഗ്രാൻഡസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ആയ ആ ഒരു ഷിപ്പ് ദാറ്റ് കൊളൈഡഡ് വിത്ത് ആൻ ഐസ്ബർഗ് ഇൻ ദ അറ്റ്ലാന്റിക് സീ. ആ സമയത്ത് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ, അല്ലെ, ആ ഷിപ്പിലുണ്ടായിരുന്ന വിമൻ ആൻഡ് ദ ചിൽഡ്രൻ ഫേസ്റ്റ്, ദാറ്റ് വാസ് ദ ക്രൈ ഓഫ് ദ ക്യാപ്റ്റൻ സ്മിത്ത്. അപ്പോൾ ഈ ക്യാപ്റ്റൻ സ്മിത്തിനെ കുറിച്ചൊരു കുറച്ച് ചില സെൻറ്റൻസസിൽ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ എല്ലാ ക്യാരക്ടർ സ്കെച്ചും ഞാൻ ഒരൊറ്റ കുഞ്ഞു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ സ്മിത്ത്, പിന്നെ എല്ലാം നമ്മുടെ ഇതിലെ ക്യാരക്ടേഴ്സ്, മാഗി, പിന്നെ ആരൊക്കെയാ, എല്ലാം നിക്കോള ഇവാനിച്ച്, ഓക്കെ, എല്ലാം അതിൽ ഉണ്ട്. അപ്പോൾ അതിൽ ഇതും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോയമിൽ 4 ലൈൻസ് തന്നിട്ട് അതിൽ നിന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ ഫസ്റ്റ് 4 ലൈൻസ് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ. ഔട്ട് ഓഫ് സൗത്താംപ്ടൺ ഷീ swung with the stream, a poem of iron and steel. A poem of iron and steel. What is referred to here? A poem of iron and steel. That is the ship, the Titanic. ആ ടൈറ്റാനിക് ഷിപ്പിനെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്, എ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. Then that was a sea dream. What was a sea dream? That is the ship, the Titanic. പിന്നെ അതിൽ പറയും the largest and grandest of all ships that day. കണ്ടോ? പിന്നെ ഇതിൽ വരുന്നത് third stanza, loomed an ominous form of ghostly white. There loomed an ominous means a very dangerous, ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ghostly white there appeared. What was that? That was an iceberg. The next stanza, first line, it was a towering mountain of ice. What was the towering mountain of ice? That is that iceberg that was gigantic and never was seen on the North Atlantic. She struck. Who is she? The ship. അവിടെ ഷീ എന്ന് പറയുന്നത് ഷിപ്പാണ്. ഷിപ്പ് ഈസ് നോട്ട് എ പേഴ്സൺ, ബട്ട് ഷിപ്പ് ഈസ് പേഴ്സോണിഫൈഡ്. സോ ദയർ ദ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് പേഴ്സോണിഫിക്കേഷൻ. വിത്ത് എ ഷിവർ ഫ്രം സ്റ്റെം ടു സ്റ്റേൺ. സ്റ്റെം ടു സ്റ്റേൺ മീൻസ് ഫ്രം വൺ പോയിന്റ് ടു ദ അതർ. ദറ്റ് മീൻസ് ഫ്രം ഫ്രണ്ട് ടു ദ ബാക്ക്, അല്ലേ? ടോട്ടലി എന്നാണ് അതിനർത്ഥം. ഫ്രം സ്റ്റെം ടു സ്റ്റേൺ ആൻഡ് വാസ് റാപ്പിഡ്ലി സിങ്കിങ്, all soon did learn. The next page number 126. Then Captain Smith, her commander brave, thought not one moment his own life to save, but stood on the bridge calling out to the crew, remember your country, be British, be true. That words are very important because the Captain Smith says, റിമെമ്പർ യുവർ കൺട്രി, ബി ബ്രിട്ടീഷ്, ബി ട്രൂ, അല്ലേ? ആ ഷിപ്പിലെ എല്ലാ ക്രൂ, അതിലെ എല്ലാ വർക്കേഴ്സിനോടും പറയുകയാണ്, ബി ബ്രിട്ടീഷ്, ബി ട്രൂ. യു ആർ ബ്രിട്ടീഷ് പീപ്പിൾ, യു ഷുഡ് ബി ട്രൂ. Then and England and Ireland and Scotland and Wales proved there to the world their valor never fails. Then the crew of the ship, they proved to the world their valor never fails. Valor means courage. അവരുടെ courage ഒരിക്കലും നഷ്ടമാകുന്നില്ല. The women and children first. They gave preference to the women and children. Then every one of the crew stood by. ഓരോ വർക്കേഴ്സും മാറി നിന്നു. അവരാരും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചില്ല. And the boats were lowered and sent away, that cut off all hope save eternity. ആ വലിയ ഷിപ്പിലുണ്ടായിരുന്ന കുഞ്ഞു കുഞ്ഞു ലൈഫ് ബോട്ടൊക്കെ താഴോട്ടിറക്കി അതിൽ വിമൻ ആൻഡ് ചിൽഡ്രൻ അവരെ ആക്കി അതങ്ങ് പോയി. ആൻഡ് ദ ടൈറ്റാനിക് സാങ് ഫ്രം സൈറ്റ് ബിനീത്ത് ദ സീ വൈൽ ഹർ ബാൻഡ് പ്ലേഡ് നിയറർ മൈ ഗോഡ് ടു ദീ. ആ സമയത്ത് ആ ടൈറ്റാനിക് ഷിപ്പിലെ ഓരോ ബാൻഡ്, മ്യൂസിക് ബാൻഡ് ഒന്ന് പാടിയതാണ് നിയറർ മൈ ഗോഡ് ടു ദീ. ആ ഒരു കാഴ്ച അതാണ്. നോക്കേ, Was there ever a scene so awfully grand? ഇത്രയും മനോഹരമായൊരു കാഴ്ചയുണ്ടോ? ഏതാണ് ഇത്രയും മനോഹരമായ കാഴ്ച? That is the music of the band that is in the ship, the Titanic. പിന്നെ ബാക്കി കുറേ കറേജിയസ് പീപ്പിളിൻ്റെ കാര്യം പറയുന്നുണ്ട്, അല്ലേ? കുറേ കറേജിയസ് ആയ ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, their heroism was greater than the heroes of history. അപ്പോൾ ഇത്രയും ഹീറോസിനേക്കാളും വളരെ ഗ്രേറ്റാണ് ഈ കപ്പലിലെ, ഈ ടൈറ്റാനിക് ഷിപ്പിലെ ക്യാപ്റ്റൻ സ്മിത്ത് ആൻഡ് ദ ക്രൂ. ക്യാപ്റ്റൻ സ്മിത്തും ക്രൂവും ഇവരെക്കാളെല്ലാം, ഈ പറയുന്ന ഹീറോസിനേക്കാളെല്ലാം ഗ്രേറ്റസ്റ്റ് ഹീറോസാണ്.
എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൽ മ്യൂസിക് ബാൻഡിൻ്റെ കാര്യവും അവർ ക്രൂ രക്ഷപ്പെടാതെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് കേട്ടോ. അല്ല, ആക്ടിവിറ്റി 1-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, why was the Titanic called a poem of iron and steel? Because it was grand and beautiful like a poem. Then question C, activity 1, page number 127. What was the ominous form which loomed out of the darkness? That is the iceberg. Then awfully grand scene ഞാൻ പറഞ്ഞു, that is the music band were singing the song while all of them were singing into the depths of the Atlantic Sea, and they left the hope, and they have only one hope, that was the hope of eternity. eternity മാത്രം അവർക്ക് ഹോപ്പായിരുന്നു. ഓക്കെ, അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയി, why would the story of the Titanic be remembered always? എന്തുകൊണ്ടാണ് എപ്പോഴും ആ സ്റ്റോറി, ടൈറ്റാനിക്കിൻ്റെ സ്റ്റോറി ആൾക്കാർ ഓർമ്മിക്കുന്നതിന് അതിന് കാരണം, it was the greatest maritime tragedy ever occurred in the world history. Then sacrificing his life and saving others' life, that was their motto, sacrificing their life and saving others' life. Okay, then let's move on to the next poem, that is To Sleep by William Wordsworth, page number 145. Page number 145, To Sleep by William Wordsworth. That is, the poet William Wordsworth could not sleep for 3 consecutive days. Consecutive means continuous. The poet couldn't sleep for 3 continuous days, and in the next day the poet prays to God. The poet prays to God to get sleep on that night. 3 ദിവസമായിട്ട് ഉറങ്ങാൻ സാധിച്ചില്ല, ഇനി അടുത്ത ദിവസമെങ്കിലും ഒന്ന് ഉറങ്ങാൻ സാധിക്കണേ എന്നുള്ളൊരു പോയറ്റിൻ്റെ ഒരു പ്രയറാണ് ഈ പോയം ടു സ്ലീപ്പ്. ഇറ്റ്സ് എ സോണറ്റ്. സോണറ്റ് മീൻസ് 14-lined poem. അതിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ലാസ്റ്റ് ലൈൻസ്. ഫസ്റ്റ് സ്റ്റാൻസ പറയുന്നത് പോയറ്റ് ഉറങ്ങാതെ കിടന്നപ്പോൾ കണ്ട കാഴ്ചകളാണ്. Surely passed by one after one, the sound of rain, bees murmuring, the fall of rivers, winds and seas, smooth fields, white sheets of water and pure sky. Then he thought of all by turns, and still I lie sleepless. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെങ്കിലും പോയറ്റിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. And soon the small birds' melodies must hear, first uttered from my orchard trees, and the first cuckoo's melancholy cry. പിന്നെ ഈ പോയറ്റ് കുറേ കാര്യങ്ങൾ കേട്ടു. ഏതൊക്കെ? cuckoo's melancholy cry, then the birds' song from his orchard trees. Okay, the poem To Sleep is page number 145. Then third stanza, even this last night and 2 nights more I lay. ആ രാത്രി പിന്നെ 2 രാത്രിയും he could not sleep and could not win thee sleep. I could not win thee. Thee is an old English word. I could not win. എനിക്ക് നിന്നെ നേടാനായില്ല. ആരെ? സ്ലീപ്പിനെ. By any stealth, so do not let me wear tonight away. ഇന്ന് എന്നെ വിട്ടിട്ട് പൊയ്ക്കളയല്ലേ. Without thee, what is all morning's wealth? നീ കൂടാതെ. Who is thee here? What is or who is thee here? Thee means you. ഇവിടെ thee അല്ലെങ്കിൽ you എന്ന് പറയുന്നത് ആരെയാ? That is the sleep. Without thee, what is all the morning's wealth? Come, blessed barrier between day and day, dear mother of fresh thoughts and joyous health. And the poet ends with a hope and prayer. ഈ poem എൻഡ് ചെയ്യുന്നത് ഒരു ഹോപ്പ്, അല്ലേ, ഒരു പ്രതീക്ഷയോട് കൂടെയാണ്. Come, blessed barrier between day and day. That line is important. Blessed barrier between. കണ്ടോ? B. That is repeating. അത് ഒരു കോൺസണന്റ് ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നത്, that is alliteration. Between day and day, D. That is also alliteration. So here the poet says,
സ്ലീപ്പ് ഈസ് എ ബ്ലെസ്സഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. ഓരോ ദിവസത്തിൻ്റെയും അല്ലെ ഡേയും നൈറ്റും തമ്മിലുള്ള ആ ഒരു ബാരിയർ, ഒരു തടസ്സമാണ് സ്ലീപ്പ്. ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. സ്ലീപ്പ് ഈസ് മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയസ് ഹെൽത്ത്. നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുകയാണെങ്കിൽ നമ്മുടെ തോട്ട്സൊക്കെ നല്ല ഫ്രഷ് ആകും, നമ്മുടെ ഹെൽത്തൊക്കെ വളരെ നല്ല ഹെൽത്തി ആവും കേട്ടോ. അപ്പോൾ സോ in this poem, the poet says about the importance of sleep in our life. Sleep is a balm of hurt minds. അല്ലേ, മുറിവേറ്റ മനസ്സുകൾക്കൊരു ബാം, ഒരു മുറിവുണങ്ങുന്ന ഒരു സാധനമാണ് സ്ലീപ്പ്. ദാറ്റ് ഈസ് ദ ഫേമസ് കൊട്ടേഷൻ ഓഫ് ഷേക്സ്പിയർ ഇൻ മാക്ബത്ത്. Then Dalai Lama told, sleep is the best meditation. Sleep is the best meditation. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ കൊട്ടേഷൻസ് ഒക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോഡ്സ് ഫോർ A++1 ഇംഗ്ലീഷ്. +2 സെപ്പറേറ്റ് ഉണ്ട്. കോഡ്സ് ഫോർ A++2 ഇംഗ്ലീഷ്. അപ്പോൾ +1 കോഡ്സ് ഫോർ A+ലെ കുറേ കോഡ്സ് പഠിച്ചു വയ്ക്കുക. ആർട്ടിക്കിൾ, സ്പീച്ച്, പിന്നെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, കോഡ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. ലെസൺ റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ആ കോഡ്സ് ഫോർ A+ അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പോയം. അപ്പോൾ ഇത്രയും എനിക്ക് തോന്നുന്നു ഈ ഒരു പോയം ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് 4 ലൈൻസ് തന്നിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഐ എം ഷുവർ യു ഷുഡ് റൈറ്റ് ദ ആൻസർ കറക്റ്റ്ലി. ഓക്കെ, എഴുതുമല്ലോ? ഓക്കെ, ദെൻ നമുക്ക് ഓരോ ലെസൺസിലെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പറയാം. അതിന് മുന്നേ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഗ്രാമർ ഒന്ന് പറഞ്ഞേക്കാം. ഗ്രാമർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് +1 ഇഫ് ചോദിക്കാം. ഇഫ് പറയുമ്പോൾ അതിലെ 3 ടൈപ്പ് ഓഫ് സെൻറ്റൻസിൻ്റെ ഇഫ് ഒന്ന് ഓർമ്മിച്ചേക്കുക. 3 സെൻറ്റൻസസ്. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് ദ എക്സാം. ഇഫ് യു സ്റ്റഡീഡ് you would pass the exam. Then third type, if you had studied, you would have passed the exam. അപ്പോൾ ആ 3 ടൈപ്പും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഫിൻ്റെ ഏത് സെൻറ്റൻസ്, അതൊരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്സിന് ഇഫ് ഗ്രാമർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യു ക്യാൻ കംപ്ലീറ്റ് ദ ആൻസർ കേട്ടോ. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഗ്രാമർ വരുന്നത് എഡിറ്റ് ദ പാസേജ്. എഡിറ്റ് ദ പാസേജ് മീൻസ് ഒരു പാരഗ്രാഫ്, ഒരു പാസേജ് തന്നതിന് ശേഷം കുറേ മിസ്റ്റേക്സ് കാണും. അതിലൊരു 4 or 6 മിസ്റ്റേക്സ് കാണും. അത് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെ നമ്മളതിൻ്റെ മിസ്റ്റേക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, എങ്ങനെ നമുക്കത് എഡിറ്റ് ചെയ്യാം, അതൊരു വീഡിയോ, ഒരു ക്ലാസ് ഞാനിതുപോലെ ലൈവ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എഡിറ്റ് ദ പാസേജ് സെർച്ച് ചെയ്യുക കേട്ടോ. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കേൾക്കുക. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. അതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കൺകോഡിൻ്റെ സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടയ്ക്ക് ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. കൺകോഡ് ഷെയർ ചെയ്തു, ദെൻ കൊഹുസി ഡിവൈസസ് ഷെയർ ചെയ്തു അല്ലേ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്കതിലെ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് മനസ്സിലാകും. ദെൻ റിപ്പോർട്ടർ സ്പീച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ റിപ്പോർട്ടർ സ്പീച്ച് ഈസിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ +1 റിപ്പോർട്ടർ സ്പീച്ച് ഉണ്ട്, +2 ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ഈസി അല്ലേ മാർക്ക് കിട്ടാൻ. ഓക്കെ, അപ്പോൾ അത് റിപ്പോർട്ടർ സ്പീച്ചും കൂടെ നോക്കിയേക്കാം. പിന്നെ ഇന്നൊരാൾ എനിക്ക് ഡൗട്ട് ചോദിച്ചതാണ് വുഡ് റാദർ. അത് ഞാൻ ഈ ലെസൺ വരുമ്പോഴേക്കും പറയാം. ഓക്കെ, ഇനി നമുക്ക് ഫാസ്റ്റായിട്ട് നോക്കി. ഫസ്റ്റ് ലെസൺ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അതിൽ നിന്നും ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. റിവ്യൂ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ കുറച്ച് ലെങ്തി ആയിരിക്കും ക്വസ്റ്റ്യൻസ്. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വേറെ ആയിരിക്കും ലാസ്റ്റ്. അപ്പോൾ യു ഷുഡ് റീഡ് ദ ക്വസ്റ്റ്യൻ എഗെയിൻ ആൻഡ് എഗെയിൻ. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ നല്ലവണ്ണം ഒരു 2-3 പ്രാവശ്യം വായിച്ചതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാവൂ. എസ്പെഷ്യലി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അതിൽ ആ യങ് സീഗിൾ ഇങ്ങനെയായിരുന്നു, അതിൻ്റെ പാരൻസ് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും കേൾക്കുമ്പോൾ തന്നെ അതങ്ങ് ആൾക്കാർ എഴുതും. പക്ഷേ ക്വസ്റ്റ്യൻ അതായിരിക്കില്ല, അതിലങ്ങനെയാണ്. ബട്ട് ഹൗ ഡിഡ് യുവർ പാരൻസ് ഹെൽപ്പ് യു, ഓർ ഹൗ ഡിഡ് യുവർ പാരൻസ് ഇൻസ്പയർഡ് യു എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ഓൺ ലൈഫിലെ കാര്യങ്ങൾ എഴുതാനൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളുടേതായ പേഴ്സണൽ മാറ്റേഴ്സ് അല്ലെ, പേഴ്സണലായിട്ട് നിങ്ങൾ എഴുതുക. ആൻസർ ഓക്കെ. പേജ് നമ്പർ 13. അതിൽ ലാസ്റ്റ് ആക്ടിവിറ്റി 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്.
വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ റിയാക്ഷൻ ഓഫ് ദ പാരൻസ് ഇൻ ദ സ്റ്റോറി? വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ? കണ്ടോ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കാം. വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ? അതിൽ പാരൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഇങ്ങനെ, വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ? നിങ്ങളുടെ ഇംപ്രഷൻ എന്താ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ വ്യൂ, നിങ്ങളുടെ വ്യൂ എങ്ങനെയാണെന്ന് വെച്ചത് അത് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലെസൺ ഐ വിൽ ഫ്ലൈ. That is the speech of Dr. APJ Abdul Kalam, a speech delivered in Hyderabad for the students of Andhra Pradesh in 2013. That is the lesson I will fly. That's a speech. ആ സ്പീച്ചിൽ അബ്ദുൽ കലാമിൻ്റെ കുറേ ഇമ്പോർട്ടൻ്റ് ആയ കോട്ട്സ് തന്നിട്ടുണ്ട്. ആ കോട്ട്സ് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള കുറച്ച് കോട്ട്സ് ഈസി ആയിട്ടുള്ളത് പഠിച്ചു വയ്ക്കുക, എവിടെയെങ്കിലും പ്രയോഗിക്കുക. ഈ ലെസൺ ബേസ് ചെയ്ത് സെക്കൻഡ് പാരഗ്രാഫ് ടെക്സ്റ്റ് കയ്യിൽ നോക്കിയേ, പേജ് നമ്പർ 15, സെക്കൻഡ് പാരഗ്രാഫ് ലാസ്റ്റ്, സയൻസ് എംപവേഴ്സ് ദ നേഷൻ, ഒരു ജനറൽ എസ്സേ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇതൊരു പഴയൊരു കുട്ടി എഴുതിയ ഒരു ആൻസർ ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ എഴുതുക, അല്ലെങ്കിൽ ആ ആൻസർ ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഹൗ ഡസ് സയൻസ് എംപവർ ദ നേഷൻ? ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജിൽ ഐ വിൽ ഫ്ലൈ എന്ന ആ ഒരു പോയം, that is written by ജലാലുദ്ദീൻ റൂമി. ഒരു പേർഷ്യൻ പോയറ്റായ ജലാലുദ്ദീൻ റൂമി എഴുതിയ ഐ വിൽ ഫ്ലൈ, ആ പോയമിൻ്റെ ലൈൻസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് കഴിയുന്ന കുറച്ച് ലൈൻസ് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ ഈ ലെസൺ അബ്ദുൽ കലാമിൻ്റെ ഇൻസ്പയറിംഗ് തോട്ട്സ് യൂസ് ചെയ്ത് ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഒരു ഇമെയിൽ, നിങ്ങളുടെ ഫ്രണ്ടിനൊരു മെയിൽ ചെയ്യുക, ലെറ്റർ എഴുതുക എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ you must write or you must point out the lines of this poem. ഈ ലൈൻസ് നിങ്ങൾ എന്തായാലും എഴുതുക, ആൻഡ് യു ഷുഡ് അണ്ടർലൈൻ ഇറ്റ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എഴുതിയെന്ന് അണ്ടർലൈൻ ചെയ്താലേ വാല്യൂ ചെയ്യുന്ന ടീച്ചറിന് അത് നോക്കി നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് പോയിൻറ്റ്സ് എഴുതിയെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡിയ കാണും. അങ്ങനെ എഴുതുന്നുവെങ്കിൽ യു ഷുഡ് അണ്ടർലൈൻ. എഴുതിക്കൊണ്ടിരിക്കുന്ന ആ പേന, ആ ഒരു ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, ആ പെൻ യൂസ് ചെയ്ത് തന്നെ അണ്ടർലൈൻ ചെയ്തേക്കുക അപ്പം തന്നെ. പിന്നെ വരയ്ക്കാനൊന്നും ടൈം കിട്ടില്ല, ആ എഴുതുന്ന ആ ടൈമിൽ തന്നെ വരച്ചു പോവുക. ഓക്കെ, ആ ലൈൻസ് ഇതാണ് ഞാനീ പറയുന്നത്. ഐ ആം ബോൺ വിത്ത് പൊട്ടൻഷ്യൽ, ഐ ആം ബോൺ വിത്ത് ഗുഡ്നെസ് ആൻഡ് ട്രസ്റ്റ്, ഐ ആം ബോൺ വിത്ത് ഐഡിയാസ് ആൻഡ് ഡ്രീംസ്, ഐ ആം ബോൺ വിത്ത് ഗ്രേറ്റ്നെസ്, ഐ ആം ബോൺ വിത്ത് കോൺഫിഡൻസ്, I am born with wings, so I am not meant for crawling. I have wings, I will fly, I will fly and fly. ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ലൈൻസ് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ ഇതിൽ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ യുണീക്ക്നെസ്സിനെ കുറിച്ച്. വാട്ട് ഈസ് ദ ഐഡിയ ഓഫ് അബ്ദുൽ കലാം അബൌട്ട് യുണീക്ക്നെസ്സിനെ കുറിച്ച് അബ്ദുൽ കലാം എന്ത് പറയുന്നു? ഒരു ചെറിയൊരു ആൻസറായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നോക്കിയേക്കാം. ഇപ്പം ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ടൈം ഒത്തിരി ലാഗ് ചെയ്യും. അപ്പം ഞാനത് പറഞ്ഞു പോവുകയാണ്, നിങ്ങളത് സെർച്ച് ചെയ്ത് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ അത് പിന്നെ എനിക്ക് തോന്നുന്നു ഐ വിൽ ഫ്ലൈ, ഈ ലെസൻ്റെ റിവിഷൻ വീഡിയോ, ഐ വിൽ ഫ്ലൈ റിവിഷൻ, അത് തന്നെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. ഐ വിൽ ഫ്ലൈ റിവിഷൻ, അതുപോലെ ഹിസ് ഫേസ്റ്റ് ഫ്ലൈറ്റ് റിവിഷൻ. ആ റിവിഷൻ വീഡിയോസിൻ്റെ ഒക്കെ ലാസ്റ്റ് പാർട്ട് പ്രീവിയസ് പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കുക കേട്ടോ. ദെൻ പേജ് നമ്പർ 17, Activity 2, speech, an inspiring speech to motivate the students of your school. അത് ഇച്ചിരി മാറ്റി ചോദിക്കാം അല്ലേ. an inspiring speech to motivate the women in your locality. അങ്ങനെ ചോദിച്ചാലും അത് കുറച്ചൊന്ന് മാറ്റി അതിൽ ഞാൻ പറഞ്ഞ ലൈൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക കേട്ടോ. ദെൻ ആക്ടിവിറ്റി 3, ഇമെയിലിൽ ഞാൻ ഇമെയിലിൻ്റെ കറക്റ്റ് ഫോമാറ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചിരിക്കും. ഇമെയിൽ എഴുതുമ്പോൾ ആദ്യം ടു, ദെൻ CC മീൻസ് കാർബൺ കോപ്പി. നമ്മൾ ടു അഡ്രസ്സിന് ആർക്കാണോ അഡ്രസ്സ് ചെയ്യുന്നത് അതിൻ്റെ സെയിം അഡ്രസ് കാർബൺ കോപ്പി. ദെൻ BCC, ദാറ്റ് ഈസ് ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു ഇമെയിൽ അഡ്രസ്സ് എഴുതുക. അത് ഇപ്പം നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവർക്കൊന്നും അറിയാൻ പറ്റില്ല, ബട്ട് ഈ സെയിം കോപ്പി മറ്റൊരാൾക്ക് കിട്ടും, ദാറ്റ് ഈസ് BCC. ദെൻ സബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡ്
എന്താ സെൻറ്റ് അല്ലേ, അതും നമ്മൾ എഴുതി ആ ഒരു ഇമെയിലിൻ്റെ ഫോമാറ്റ് വരച്ച് തന്നെ എഴുതുക. കാരണം ആ ആൻസർ കാണുമ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലാവണം ഇതൊരു ഇമെയിലാണ്, നിങ്ങൾക്ക് ഇമെയിലിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ഈസിയാണ്. മിക്കവാറും 4 മാർക്സിനൊക്കെയാണ് ഇമെയിൽ ചോദിക്കുന്നത്. വളരെ ബ്രീഫായിട്ട് എഴുതുക. എപ്പോഴും ഓർമ്മിക്കുക, ലെറ്റർ, ഇമെയിൽ, പേഴ്സണൽ ലെറ്റർ, പേഴ്സണൽ ലെറ്റർ ദാറ്റ് ഈസ് ഫ്രണ്ട്ലി ലെറ്റർ ഓർ ഒഫീഷ്യൽ ലെറ്റർ ഓർ ലെറ്റർ ടു ദ എഡിറ്റർ. ഏത് ടൈപ്പ് ലെറ്റർ ചോദിച്ചാലും അത് ഒറ്റ പേജ് മതിയാവും കേട്ടോ. ലെറ്റർ എപ്പോഴും വളരെ ബ്രീഫായിരിക്കുക. പിന്നെ നമുക്ക് ഈ ടെക്സ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതാ? ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമെ, പേജ് നമ്പർ 180. ഒരു അഡ്വർടൈസ്മെൻറ്റ് തന്നതിന് ശേഷം റൈറ്റ് ആൻ ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് എ സി വി മീൻസ് കരിക്കുലം വീറ്റെ. അതിപ്പോൾ 1-2 വർഷമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫോമാറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ജസ്റ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങളൊന്ന് കാണാതെ പഠിച്ചാൽ മതി. ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഫോമാറ്റും റെസ്യൂമെ അല്ലെങ്കിൽ ബയോഡേറ്റ അല്ലെങ്കിൽ കരിക്കുലം വീറ്റെ. ഓക്കെ, അപ്പോൾ അത് ഒന്ന് കാണാതെ പഠിച്ചാൽ അതിലൊന്നും വലിയ കുറച്ച് ഇതൊക്കെ കറക്റ്റാണോ, ഡേറ്റ് തെറ്റിപ്പോയോ, അങ്ങനെയൊന്നും ടീച്ചേഴ്സിന് നോക്കാൻ സമയമില്ല. നോക്കും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വളരെ ഫാസ്റ്റായിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ അത് 8 മാർക്സ് ഫുൾ മാർക്കും കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ് ആപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂമെ. ഓക്കെ, ഇമെയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജ് വളരെ ഫാസ്റ്റായിട്ട് പോകാം. നെക്സ്റ്റ്, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ദാറ്റ് ഈസ് ദ പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. അതിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. പ്രൊഫൈൽ റൈറ്റിംഗ്, സുനിതാസ് ഫേവറേറ്റ് വേൾഡ് സെർച്ച് ചെയ്യുക. പ്രൊഫൈൽ എങ്ങനെ എഴുതാം, ആരെക്കുറിച്ചാണോ പ്രൊഫൈൽ ചോദിക്കുന്നത്, ടൈറ്റിൽ കൊടുക്കുക, അവരുടെ നല്ലൊരു ക്വാളിറ്റി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രൊഫൈൽ തന്നെ ഞാൻ ആൻസർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. ദെൻ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് ഇൻ്റർവ്യൂ ചോദിക്കാം, സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് അല്ലെങ്കിൽ അബ്ദുൽ കലാം. അപ്പോൾ ഇൻ്റർവ്യൂ റൈറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോട്, ആ ഇൻ്റർവ്യൂ റൈറ്റിങ്ങിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ആരോട് ഇൻ്റർവ്യൂ ചോദിച്ചാൽ നമുക്ക് ചോദിക്കാവുന്ന, കോമൺ ആയിട്ട് ചോദിക്കാവുന്ന കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇൻ്റർവ്യൂവിൻ്റെ ഫോമാറ്റ്, ആ ഒരു ഓപ്പണിംഗ് സെൻറ്റൻസസ്, ക്ലോസിങ് സെൻറ്റൻസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഞാനതിലൊരു ആൻസർ തന്നിട്ടുണ്ട്. ജസ്റ്റ് പോയിൻ്റായിട്ട് എഴുതിയെടുക്കുക. നിങ്ങൾക്ക് ഓൺ സെൻറ്റൻസിൽ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതെങ്കിലും എഴുതുക. ഇൻ്റർവ്യൂ, കോൺവെർസേഷനൊക്കെ ഫുൾ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാ. പിന്നെ ഇതിൽ വരുന്നത് അപ്പിയറൻസസ് അല്ല, എന്താ, വി കാൺ ജഡ്ജ് എ പേഴ്സൺ ബൈ ഹിസ് അപ്പിയറൻസ്. ഡു യു എഗ്രി, ജസ്റ്റിഫൈ യുവർ ആൻസർ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരും. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നതിന് ശേഷം ജസ്റ്റിഫൈ യുവർ ആൻസർ ഓർ ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്. അത് നിങ്ങളുടെ ആൻസർ, നിങ്ങളുടെ ഒപ്പീനിയനാണ്, നിങ്ങളുടെ ലാംഗ്വേജ് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നതിന് ശേഷം എഗ്രീയിങ് പോയിൻറ്റ്സ്, ഒരു 4 സെൻറ്റൻസസ്, 4 മാർക്സിന് റൈറ്റ് 4 സെൻറ്റൻസസ് ടു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഡിസഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഇൻ ഫേവർ ഓഫ് ഓർ എഗെയിൻസ്റ്റ്. ഇൻ ഫേവർ ഓഫ് സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് 4 സെൻറ്റൻസസ് എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് ഒരു പ്രാവശ്യം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക. അതൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദെൻ പേജ് നമ്പർ, അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലെസൺ അത്രയേ ഉള്ളൂ. ദെൻ പേജ് നമ്പർ 25 ഇൻ്റർവ്യൂ ആണ്, അത് നമ്മൾ മനസ്സിലാക്കി. ദെൻ 27 കൊഹസീവ് ഡിവൈസസ്. കൊഹസീവ് ഡിവൈസസ് ചിലപ്പോൾ 1-2 കൊഹസീവ് ഡിവൈസസ്. കൊഹസീവ് ഡിവൈസ് മീൻസ് കണക്റ്റിംഗ് വേർഡ്സ്. ഒരു ബ്രാക്കറ്റിനകത്ത് കുറച്ച് വേർഡ്സ് തന്നതിന് ശേഷം ഒരു പാരഗ്രാഫ് ഫില്ലപ്പ് ചെയ്യാൻ, ഡാഷ്. അപ്പോൾ അത് ആ ബ്രാക്കറ്റിനകത്ത് തന്നേക്കുന്ന വേർഡ്സിൻ്റെ മീനിങ് കറക്റ്റായിട്ട് അറിയാമെങ്കിൽ നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്നത് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അത് കൊഹസീവ് ഡിവൈസസിൻ്റെ ആ വീഡിയോയിൽ ഞാൻ കുറച്ച് നിങ്ങൾക്ക് സാമ്പിൾ ആൻസേഴ്സും എല്ലാ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ കൊഹസീവ് ഡിവൈസസിൻ്റെ വേർഡ് മീനിങ് ഒക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, ദെൻ കൊളോക്കേഷൻ പേജ് നമ്പർ 29 ചോദിക്കാറില്ല, വിട്ടേക്കുക. 30 ഇഫ് പോയം അപ്രീസിയേഷനാണ്, ദാറ്റ്സ് ഓവർ. ദെൻ ഇഫ് ഗ്രാമർ ഞാൻ പറഞ്ഞു. പേജ് നമ്പർ 36 കൊഹസീവ് ഡിവൈസസ് പ്രാക്ടീസിൻ്റെ ആൻസേഴ്സാണ്. അത് ആ കൊഹസീവ് ഡിവൈസസിൻ്റെ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. ദെൻ
Page number 40, and then Gandhi came. And then Gandhi came. അപ്പോൾ ഗാന്ധിജി വന്നു. എപ്പോൾ? When India was in dire need of a politician, Gandhi entered in Indian politics. അല്ലെ, ഒരു നല്ലൊരു രാഷ്ട്രീയ ഒരു പൊളിറ്റീഷ്യൻ വേണമെന്ന് ഇന്ത്യ ആഗ്രഹിച്ച സമയത്താണ് ഗാന്ധിജി entered into Indian politics. That's an excerpt from the book The Discovery of India, written by Jawaharlal Nehru. ജവഹർലാൽ നെഹ്റു എഴുതിയ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ആ ഒരു വലിയ ബുക്കിൽ നിന്നുള്ളൊരു എക്സെപ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാക്റ്റ്, ഒരു ചെറിയൊരു ഭാഗമാണ് ഈ ലെസൺ ആൻഡ് ദെൻ ഗാന്ധി കെയിം. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗാന്ധിജി ഹൗ ഡിഡ് ഗാന്ധി എൻറ്റർ ഇൻ ടു ഇന്ത്യൻ പൊളിറ്റിക്സ്? അത് പേജ് നമ്പർ 40 കുറേ ഉണ്ട് അല്ലേ. like a powerful current of fresh air, like a beam of light that pierced the darkness and removed the scales from the eyes, like a whirlwind. അല്ലേ, പിന്നെ പേജ് നമ്പർ 41 ആദ്യത്തെ പാരഗ്രാഫിന് ഉണ്ട് അഭയ മീൻസ് ഫിയർലെസ്നെസ്. ദാറ്റ് മീൻസ് not merely bodily courage but the absence of fear from the mind. ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ലൈൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ലൈൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ ചിലപ്പോൾ ചോദിക്കാം വാട്ട് വാസ് ദ സൈക്കോളജിക്കൽ ചേഞ്ച് ദാറ്റ് മെയ്ഡ് ഗാന്ധിജി ഇൻ ദ ഇന്ത്യൻ പീപ്പിൾ അല്ലേ. സൈക്കോളജിക്കൽ ചേഞ്ച് എങ്ങനെയായിരുന്നു? അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ ഗാന്ധിജി ആൾക്കാരെ വില്ലേജസിലേക്ക് വിട്ടു, അവരുടെ മനസ്സിൽ നിന്നും പേടി മാറ്റി, അങ്ങനെ കുറേയൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ. വാട്ട് ഈസ് ട്രൂത്ത് അക്കോർഡിംഗ് ടു ഗാന്ധിജി? പേജ് നമ്പർ 42 ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട്. ട്രൂത്ത് ഈസ് വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. ചിലപ്പോൾ അതൊക്കെ ഒരു പാരഗ്രാഫ് തന്നതിന് ശേഷം അതിൽ നിന്നും ഒരു പാസേജ് തന്നിട്ട് ടെക്സ്റ്റിൽ തന്നെ ഒരു പാസേജ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ അത് തന്നെ ആയിരിക്കും. ഏതെങ്കിലും ഒരു ലെസണിൽ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നും സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 സെൻറ്റൻസ്, ദാറ്റ്സ് ഇനഫ്. പേജ് നമ്പർ 43, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. വാട്ട് ഈസ് ദ ഡ്രീം ഓഫ് ഇന്ത്യ according to Gandhiji, or what was Gandhiji's dream about India? ഇന്ത്യയെക്കുറിച്ച് ഗാന്ധിജിയുടെ ഡ്രീം എന്തായിരുന്നു? അത് പേജ് നമ്പർ 43 മിഡിൽ ആ പോയിൻറ്റ്സ് പഠിച്ചു വച്ചേക്കുക. ഇത് റിലേറ്റഡ് ആയി വരുന്ന എല്ലാ ക്വസ്റ്റ്യനും ഇത്രയും പോയിൻറ്റ്സ് നിങ്ങൾ എഴുതുക. ഐ ഷാൽ വർക്ക് ഫോർ ആൻ ഇന്ത്യ തുടങ്ങുന്ന പാരഗ്രാഫാണ്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. 1, 2, 4, 5 പോയിൻ്റാണ് അല്ലേ. 1, an India in which the poorest shall feel that it is their country. 2, there shall be no high class and low class of people. Then 3, an India in which all communities shall live in perfect harmony. Then there shall be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. Then 5, women will enjoy the same right as men. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഓക്കെ, അപ്പോൾ അത്രയും പോയിൻറ്റ്സ് പഠിക്കുക. ദെൻ അടുത്ത് പറയുന്നത് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് ഗാന്ധിജിയുടെ ഐഡിയ, ദാറ്റ് ഈസ് ഗാന്ധി ഓക്കെ, ദ ഹോളിസ്റ്റിക് നേച്ചർ, അതാണ് അവിടെ ഗാന്ധിയൻ കൾച്ചറിനെ കുറിച്ച് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് പേജ് നമ്പർ 47. ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് പോട്ടെ. പേജ് നമ്പർ 47, ലെറ്റർ ടു ദ എഡിറ്റർ. ലെറ്റർ ടു ദ എഡിറ്റർ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ലെറ്റർ ടു ദ എഡിറ്ററിൻ്റെ കോമൺ പോയിൻറ്റ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏത് ലെറ്റർ ടു ദ എഡിറ്റർ വന്നാലും നമുക്ക് ആ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്യാം. ലെറ്റർ ടു ദ എഡിറ്റർ, ദാറ്റ്സ് എൻ ഒഫീഷ്യൽ ലെറ്റർ. സോ യു ഹാവ് ടു റൈറ്റ്. ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് മനസ്സിലാക്കുക. ആദ്യം ഫ്രം മീൻസ് നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ അഡ്രസ്സ്. ദെൻ ടു, ആർക്കാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്സ്. ദെൻ സർ, പിന്നെയാണ് സബ്ജക്റ്റ്. ഓക്കെ, സർ, പിന്നെ സബ്ജക്റ്റ്, പിന്നെ കാര്യം എഴുതുക. ഒഫീഷ്യൽ ലെറ്റർ ആണെങ്കിൽ ഒരു 2-3 പാരഗ്രാഫിൽ കുഞ്ഞു കുഞ്ഞു പാരഗ്രാഫായിട്ട് എഴുതുക, വളരെ ബ്രീഫായിട്ട് എഴുതുക. ഓക്കെ, അതിൻ്റെ ഫോമാറ്റ് ഇവിടെയുണ്ട്. ലാസ്റ്റ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി സിഗ്നേച്ചർ. അത് ലെഫ്റ്റ് അലൈൻമെൻറ്റോ റൈറ്റ് അലൈൻമെൻറ്റോ ഏതും ഫോളോ ചെയ്യാം. ഓക്കെ, ലെറ്ററൊക്കെ നമുക്ക് ഏത് അലൈൻമെൻറ്റും ഫോളോ ചെയ്യാം. ദെൻ പേജ് നമ്പർ നെക്സ്റ്റ് 48, ദാറ്റ് ഈസ് കൺകോഡ്. ഞാൻ പറഞ്ഞില്ലേ, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് ഇങ്ങനെയാണെങ്കിൽ വേർബ് ഇങ്ങനെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ്. കുറേ സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ്. വൺ ഓഫ് ദ ബോയ്സ്
ഈസ് ആബ്സെൻറ്റ് ടുഡേ. കുറേ ബോയ്സ് ഉണ്ട്, അതിൽ ഒരാൾ. അപ്പോൾ വൺ ഓഫ് ദ ബോയ്സ് എന്ന് കേൾക്കുമ്പോൾ അടുത്ത് നമ്മൾ ഈസാണോ ആറാണോ വേണ്ടതെന്ന് നമുക്ക് ഡൗട്ട് തോന്നും അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് വൺ ഓഫ് ദ ബോയ്സ്, കുറേ ബോയ്സ് ഇരിക്കുന്നതിൽ ഒരാൾ. വൺ ഓഫ് ദ ഗേൾസ് ഈസ് വെരി ബ്രില്യൻറ്റ്. കണ്ടോ, അവിടെ ഈസാണ് വരുന്നത്. പിന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ന്യൂസ് ഈസ്, ദെൻ 5 കിലോമീറ്റേഴ്സ് ഈസ്, 10 റുപ്പീസ് ഈസ്. അതൊക്കെ നമുക്ക് 10 റുപ്പീസ് എന്നൊക്കെ പറയുമ്പോൾ അത് പ്ലൂറലായിട്ട് തോന്നും, പക്ഷേ അതൊക്കെ സിംഗുലർ വേർബാണ് നമ്മളവിടെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ